ഓം അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കുടുംബത്തിലെ എല്ലാ ആചാര്യന്മാർക്കും എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കുഞ്ഞു കുട്ടികൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നാം പറയുന്നത് ഗുരുവിൻ്റെ പ്രതിഷ്ഠയായ കായിക്കര ശ്രീ കപാലേശ്വര ക്ഷേത്രത്തെ കുറിച്ചാണ്. ചിറയൻകീഴ് താലൂക്കിൽ കുമാരനാശാൻ പാർക്കിനും മാമ്പിള്ളി പള്ളിക്കുമിടയിലാണ് ഈ കൊച്ചു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറെ ദൂര സ്ഥലത്ത് പാവങ്ങൾ വിഷമിച്ച് നടത്തിയിരുന്ന ബലികർമ്മങ്ങൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കാൻ വേണ്ടിയാണ് കരുണാനിധിയായ ഗുരുദേവൻ കടൽക്കരയ്ക്കടുത്തായിട്ട് ഈ ക്ഷേത്രം സ്ഥാപിച്ചു കൊടുത്തത്. പോളയ്ക്കൽ കുടുംബക്കാരാണ് 15 സെന്റ് സ്ഥലം സൗജന്യമായി ക്ഷേത്രത്തിനു വേണ്ടി നൽകിയത്. ഇടക്കുടി ഗോവിന്ദൻ എന്നയാൾ ക്ഷേത്ര നിർമ്മാണത്തിൽ വളരെയധികം സഹായിച്ച ഒരു വ്യക്തിയായിരുന്നു. 1068 ഗുരുദേവൻ ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും കപാലേശ്വരം എന്ന ക്ഷേത്രത്തിന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഉപപ്രതിഷ്ഠയായി ഗണപതി വിഗ്രഹവുമുണ്ട്. ക്ഷേത്ര ആവശ്യത്തിനായി ഗുരുദേവൻ തൊട്ടടുത്തു തന്നെ കിണറിന് സ്ഥാനം കാണുകയും അവിടെ ശുദ്ധജലം ലഭ്യമാക്കുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ഗുരു നിർദ്ദേശത്തെ തുടർന്ന് തീരെ ചെറിയ ഒരു കിണർ കുഴിച്ചപ്പോൾ തന്നെ ശുദ്ധജലം കിട്ടിത്തുടങ്ങി. ആ കടലോരത്ത് മറ്റൊരിടത്തും ശുദ്ധജലം കിട്ടില്ലെന്ന് ക്ഷേത്ര ദർശനം നടത്തിയ വേളയിൽ ഗുരുവിന് ബോധ്യമായിരുന്നു. സമീപവാസികളും മറ്റു തരത്തിൽ വിഷമിക്കുമ്പോൾ ഈ കിണറിലെ വെള്ളം തന്നെ ഉപയോഗിക്കുന്നു. ഇതുവരെ കിണർ വറ്റിയിട്ടുമില്ല. ഗ്രാമീണരും ശുദ്ധഗതിക്കാരുമായ തദ്ദേശവാസികളുടെ ഭക്തിവിശ്വാസങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇവിടുത്തുകാർക്ക് ഗുരു സാക്ഷാൽ ദൈവം തന്നെയാണ്. ഗുരുവിൻ്റെ ഒരു പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആണ്ടിൽ ശിവരാത്രി ഒരു ദിവസം മാത്രമാണ് ഇവിടെ ഉത്സവം. അതിനോടനുബന്ധിച്ച് ആട്ടം നടത്തും. വിശേഷാൽ പൂജയുമുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാദകമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവോ